ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ആരോപണം വരുന്നുണ്ട്. അത് ഈ സർക്കാരെ ഉദ്ദേശിച്ചാണ് അത്തരത്തിലൊരു ചോദ്യം. അറിഞ്ഞാണല്ലോ എന്താവും നടപടി ഉണ്ടാകുക? അത് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ പദ്ധതികൾക്കെല്ലാം ഒരു കലണ്ടറും ചില അംഗീകൃത പദ്ധതികളുമുണ്ട്. ഇത് അത്തരത്തിലുള്ള ഒന്നല്ല. സോഷ്യൽ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രവർത്തനമേ അല്ല. ഇത് അവിടെ പ്രാദേശികമായി സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചതാണ്. അങ്ങനെ സംഘടിപ്പിക്കാനും നമ്മൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പരിപാടിയേ അല്ല. പക്ഷെ പ്രാദേശികമായി സ്വാതന്ത്ര്യ ദിനത്തിൽ സംഘടിപ്പിച്ചതാണ്. ആ ക്വിസ് മത്സരത്തിൽ വളരെ ദുരുദ്ദേശപരമായ ഒരു ചോദ്യം അതിൽ ഉൾപ്പെടുത്തുകയും അങ്ങനെയുള്ള ചില നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അത് DGയോട് കൃത്യമായി ആരാണത് ചെയ്തത്, എങ്ങനെയാണത് വന്നത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം തെറ്റായ കാര്യങ്ങൾ, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള സംഗതികൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എത്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെയും വകുപ്പിൻ്റെയും കൃത്യമായ അഭിപ്രായം. അതുപ്രകാരം തന്നെ ഈ കാര്യത്തിൽ നടപടി ഉണ്ടാവും. ഓരോരുത്തർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. തങ്ങളുടെ ചില അജണ്ടകൾ നടപ്പാക്കാനുള്ള വളരെ കുൽസിതമായ ഒരു ശ്രമമാണ് ഏതാനും 1-2 അധ്യാപകർ അല്ലെങ്കിൽ ഏതാനും ചില ആളുകൾ ചേർന്ന് നടത്തിയിട്ടുള്ളത്. അവർക്കെതിരെ അതിശക്തമായ നടപടിയുണ്ട്. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വിദ്യാഭ്യാസ വകുപ്പ് സാധാരണ ചോദ്യപേപ്പർ നമ്മൾ കേന്ദ്രീകൃതമായി തയ്യാറാക്കി പരിശോധിച്ച് അയക്കുന്നതാണ്. അതുപോലെയാണ് മറ്റെല്ലാ കാര്യങ്ങളും. ഇതങ്ങനെ ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയല്ല. എന്നാൽ പ്രാദേശികമായി പല പരിപാടികൾ ഇങ്ങനെ നടക്കാറുണ്ടല്ലോ. അങ്ങനെ ആ നടക്കുന്ന പരിപാടിയെ ദുരുപയോഗം ചെയ്തതാണ് ഈ കാര്യത്തിൽ ഉണ്ടായത്.